വളവിറങ്ങേണ്ട കാര്യം മറന്നുപോയി. അങ്ങനെ തിരിച്ച് ഓടി ഇറങ്ങി. അപ്പം തന്നെ എനിക്ക് റോട്ടിലെത്തിയപ്പോൾ തന്നെ വണ്ടിയും കിട്ടി. അങ്ങനെ ഞാൻ ചുണ്ടയിലെത്തി. ചുണ്ടയിൽ നിന്ന് സാറിനെ വിളിച്ചപ്പോൾ സാറ് കുറച്ച് നേരം വൈകിട്ടേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചായക്ക് ഓർഡർ ചെയ്തു. ചായയും അതുപോലെ തന്നെ ചിക്കൻ കായാണ് ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ സാറ് വരുന്നവരെ ഞാൻ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ സാറ് വന്നപ്പോൾ നേരെ വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങളിത് വൈത്തിരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10:30 ആയപ്പോൾ ഞങ്ങൾ SROയിലെത്തി. പക്ഷേ രജിസ്ട്രാറോ അല്ലെങ്കിൽ കക്ഷികളൊന്നും അവിടെ എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെയും കാത്തു നിൽക്കുകയാണ്. വൈത്തിരി SROയിൽ ഇപ്പം കുറേ കൂടി സൗകര്യമായിട്ടോ. വണ്ടി ഇറക്കാനാണെങ്കിലും ഗേറ്റൊക്കെ ഉണ്ട്. പിന്നെ ബോർഡൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കക്ഷികളെ കാത്തുനിന്ന് ലാസ്റ്റ് ഞങ്ങൾ മടുത്ത് കുറച്ച് ചായ കുടിക്കാൻ വിചാരിച്ച് നേരെ ചായക്കടയിലേക്കാണ് പോയത്. ഇവിടെ അടുത്തുള്ള ചായക്കട ഇതാണ്. നാടൻ ഭക്ഷണമാണ്. എല്ലാം നല്ല രസമുള്ള ഭക്ഷണമാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഭക്ഷണങ്ങളാണ്. ആദ്യം ഞാനൊരു ചായയും കേക്കും വാങ്ങി. അപ്പോൾ സാറ് കപ്പയും മീൻകറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു കുറച്ച് കപ്പ വാങ്ങിക്കുമെന്ന്. അങ്ങനെ ഞാനും കപ്പയും മീൻകറിയും വാങ്ങി. അങ്ങനെ അതും കഴിച്ചു. അയിലേൻ്റെ വലിപ്പമുള്ള മത്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒമാൻ മത്തിയാണ് കിട്ടിയത്. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ SR ഓഫീസിലേക്ക് പോയി. രജിസ്ട്രേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സാറിൻ്റെ പട്ടിക്കുട്ടിക്ക് എന്തോ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ആ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോയതാണ് കേട്ടോ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. സാറ് മരുന്നൊക്കെ വാങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഓഫീസിലേക്ക് പോയി. ബൈ.